ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന ഗോഡൌണിന് തീപിടിച്ചു. ഏകദേശം 1 മണിക്കൂറോളം മുമ്പാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. നിലവിൽ തീ നിയന്ത്രണാതീതമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. എടത്തല അൽ അമീൻ കോളേജിന് സമീപം ഹരിതകർമ്മസേന വിവിധയിടങ്ങളിൽ നിന്നായി ശേഖരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. പഞ്ചായത്ത്, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മെമ്പർമാർ തുടങ്ങി എല്ലാ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും സംഭവസ്ഥലത്തുണ്ട്. ഇതിനോട് ചേർന്ന് ഒരുപാട് ഗോഡൌണുകൾ ഉള്ളതും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഫയർഫോഴ്സിനെ അറിയിച്ചപ്പോൾ തന്നെ വണ്ടികൾ വന്ന് തീ കിടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. തീ കിടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് തികഞ്ഞില്ലെങ്കിൽ തന്നെ അടുത്ത ഫയർഫോഴ്സിലേക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നെല്ലാം ഫയർഫോഴ്സ് ഇനിയും വരാനുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,